ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ ഒരാൾ ഒരിക്കൽ അബദ്ധവശാൽ പെട്ടുപോയി. പുറത്തേക്ക് അയാൾക്ക് നോക്കാൻ ഒരു ജനാല മാത്രമേ ഉള്ളൂ. താഴെ റോട്ടിലൂടെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട്. അയാൾ എന്തു ചെയ്തു? അയാളുടെ കയ്യിലുള്ള ഓരോ നാണയത്തുട്ടുകൾ താഴേക്ക് എറിയാൻ തുടങ്ങി. താഴെയുള്ള ആളുകൾ അത് പെറുക്കി പോവുക എന്നതിലുപരി മുകളിലേക്ക് നോക്കിയതേയില്ല. അയാൾ വീണ്ടും വീണ്ടും നാണയങ്ങളും തൻ്റെ കയ്യിലുള്ള നോട്ടുകെട്ടുകളൊക്കെ താഴേക്കിട്ടു. പക്ഷെ അടിയിലൂടെ പോകുന്ന യാത്രക്കാർ അതിങ്ങനെ പോക്കറ്റിലാക്കി അവരിങ്ങനെ നടന്നു പോയി. അയാൾക്ക് തോന്നി ഇതുകൊണ്ട് കാര്യമില്ല. അയാൾ ആ റൂമിലെ ഓരോ ഭാഗത്തും ഒന്ന് പരതി നോക്കി. ചെറിയ ചെറിയ കല്ലുകൾ ഇരിപ്പുണ്ടായിരുന്നു അവിടെ, നിർമ്മാണത്തിനോ മറ്റോ കൊണ്ടുവന്ന കല്ലുകൾ. അയാൾ അതിൽ നിന്ന് ഓരോ കല്ലുകൾ എടുത്തു താഴെയുള്ള യാത്രക്കാരുടെ തല നോക്കി എറിയാൻ തുടങ്ങി. തലയിൽ വീണ് വേദനിച്ച യാത്രക്കാർ മുകളിലേക്ക് നോക്കി. അപ്പോൾ അവർ കണ്ടു ജനാലയ്ക്ക് അരികിൽ ഒരാൾ നിസ്സഹായനായി നിൽക്കുന്നത്. അങ്ങനെ അവർ വരികയും അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഗുരു പറഞ്ഞ കഥ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും മുകളിൽ അകപ്പെട്ട ഒരാളുടെ കഥയല്ല. നമ്മുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണ്. ഗുണകരമായ കാര്യങ്ങൾ, ഐശ്വര്യകരമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് എങ്ങനെ, എപ്പോൾ, എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതേസമയം പരീക്ഷണങ്ങൾ, വേദനകളാകുന്ന കല്ലുകൾ, അപകടങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ, ജഗേശ്വരനെ മുകളിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഗുരു നമ്മോട് പറയുന്ന ആശയം.